ചാവക്കാട് യുവതിയും 2 കുട്ടികളും മരിച്ച സംഭവം വ്യാജ അക്യുപങ്ചർ ചികിത്സ മൂലമുള്ള കൊലപാതകമാണെന്ന് കുടുംബം. കൃത്യമായ ചികിത്സ നൽകാതെ ഭർത്താവ് ഇബ്രാഹിമും വീട്ടുകാരും ചേർന്ന് മുഹ്സിനെയും മക്കളെയും കൊലപ്പെടുത്തിയതാണെന്നാണ് പരാതി. 3 വയസ്സുള്ള കുട്ടി ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ചികിത്സ കിട്ടാതെ മരിച്ചിരുന്നു. തിരൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യാജ അക്യുപങ്ചർ ചികിത്സാ കേന്ദ്രം ആളെക്കൊല്ലി പ്രസ്ഥാനമാണെന്നും യുവതിയുടെ കുടുംബം ആരോപിക്കുന്നു. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, ഈ അക്യുപങ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്നവർ ചില വിശ്വാസങ്ങളുടെ ഭാഗമായി ആധുനിക ആശുപത്രികളെ, മോഡേൺ ചികിത്സയെ ആശ്രയിക്കാതെ ഈ അക്യുപങ്ചറുമായി മുന്നോട്ട് പോകുന്ന ഒട്ടേറെ സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലൊക്കെ ഇത് വളരെ വ്യാപകമാണ്. സമാനമായ ഒരു സംഭവമാണ് ചാവക്കാടും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് ഈ യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്? നീലിമ, കടുത്ത ആരോപണം അല്ലെങ്കിൽ ഗുരുതര ആരോപണങ്ങളുമായിട്ടാണ് മുഹ്സിന എന്ന് പറയുന്ന ചാവക്കാടുള്ള 37 വയസ്സുകാരിയുള്ള മുഹ്സിനയുടെ മരണത്തിന് ശേഷം മുഹ്സിന കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കുടുംബം ആരോപിക്കുന്നത് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകാതെ മുഹ്സിനെയും അതേപോലെ തന്നെ 2 കുട്ടികളെയും ഭർത്താവായിട്ടുള്ള ഇബ്രാഹിമിൻ്റെ കുടുംബവും വധിച്ചു അല്ലെങ്കിൽ കൊന്നു എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് കാരണമായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ, ഈ ഇബ്രാഹിം ഈ അക്യുപഞ്ചർ ചികിത്സാവിധി പഠിച്ചിട്ടുള്ള ഒരാളാണ്. മുഹ്സിനയ്ക്കും ഇതിനെക്കുറിച്ച് ബോധ്യമുള്ള ഒരു സ്ത്രീയായിരുന്നു. ഇവർ ഇതിനു മുൻപ്, അതായത് ഈ കുട്ടിക്ക് ജന്മം നൽകുന്നതിന് മുമ്പ് മറ്റ് കുട്ടികൾക്കും ജന്മം നൽകിയിട്ടുണ്ട്. ആ ഘട്ടങ്ങളിലെല്ലാം അവലംബിച്ചത് ഈ അക്യുപഞ്ചർ ചികിത്സാവിധിയാണ്. മാത്രമല്ല, അവർ പറഞ്ഞതിലെ ഗുരുതരമായിട്ടുള്ള വേറെ വിഷയങ്ങളുണ്ട്. അതായത് ഈ മുഹ്സിനയുടെ ശരീരമാസകലം പൊട്ടി വ്രണപ്പെട്ട് വീട്ടിൽ കിടക്കുന്ന സമയത്ത് പോലും ഡോക്ടർമാരെ കാണിക്കാൻ ആധുനിക ചികിത്സാ വിധി പ്രകാരമുള്ള ആശുപത്രികളെ സമീപിക്കാൻ അല്ലെങ്കിൽ മരുന്നുകൾ എടുക്കുന്നതിന് ഇവർ വിമുഖത കാണിച്ചു. ആ വിമുഖത കാണിക്കാനായിട്ട് പ്രധാന കാര്യം, അതായത് പുരുഷ ഡോക്ടർമാർ പരിശോധിക്കേണ്ടി വരും എന്നാണ് ഈ ഇബ്രാഹിമിൻ്റെ കുടുംബവും വ്യക്തമാക്കിയത്. എത്രത്തോളം ദുഷ്കരമായിട്ടുള്ള, എത്രത്തോളം ജീർണിച്ച ചിന്താഗതി കുടമകളാണ് ഇവർ എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. മതം എത്രത്തോളം ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നുവെന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരാൾ ആതുരാലയത്തിലേക്ക് എത്തുന്നു, അവിടെ പുരുഷ ഡോക്ടറാണോ സ്ത്രീ ഡോക്ടറാണോ എന്ന് വിചാരിച്ചുകൊണ്ടല്ല, അങ്ങനെ ഒരാളാണോ ഇരിക്കുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരാളും ചികിത്സ തേടുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ കേട്ടുകഴിവി പോലും ഇല്ലാത്തതാണ്. എന്നാൽ ഈ ഇബ്രാഹിമിൻ്റെ കുടുംബവും അവലംബിച്ചത് പുരുഷ ഡോക്ടർമാർ പരിശോധിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് ആരോപണമായിട്ട് പറയുന്നത് ഈ മുഹ്സിന എന്ന് പറയുന്ന ഈ അക്യുപഞ്ചർ ചികിത്സാ വിധി പഠിച്ചിട്ടുള്ള മുഹ്സിനയുടെ മാതാപിതാക്കളും അതേപോലെ തന്നെ സഹോദരനുമാണ് ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ആദ്യ കുട്ടി, അതായത് 3 വയസ്സുള്ള കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി ഭക്ഷ്യവിഷബാധയെ തുടർന്ന് വീട്ടിൽ കിടക്കുന്ന സമയത്തും ഇവർ സ്വന്തം രീതിയിൽ ചികിത്സിച്ചു എന്നാണ്. ഗുരുതരമായിട്ട് കുട്ടി കിടക്കുമ്പോൾ പോലും ആ കുട്ടീനെ ആശുപത്രി കൊണ്ടുപോകാനായിട്ടുള്ളൊരു മനസ്സ് കാണിക്കാത്ത ആ മനസ്സിനുടമയാണ് ആ കുട്ടിയുടെ പിതാവെന്ന് ഓർക്കുമ്പോൾ എത്രത്തോളം ദയനീയമാണ് അവരുടെ ചിന്താഗതി എന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ കുട്ടികളുടെ, അതായത് 2 കുട്ടികളുടെ മരണവും ഒപ്പം തന്നെ മുഹ്സിനയുടെ മരണവും കൊലപാതകമാണെന്ന് കൂടി ഈ കുടുംബം പറഞ്ഞു വെക്കുന്നു. കൃത്യമായിട്ടുള്ള ചികിത്സ നൽകാതെ അവരെ വീട്ടിലിട്ട് നരകയാതന അനുഭവിപ്പിച്ച് കൊന്നു എന്നാണ് കുടുംബം പറയുന്നത്. അതേപോലെ തന്നെ ഈ മുഹ്സിനയുടെ ആരോഗ്യനില വഷളായപ്പോൾ ഈ മുഹ്സിനയുടെ പിതാവ് ഈ ഇബ്രാഹിമിൻ്റെ വീട്ടിലെത്തുക, അല്ലെ മുഹ്സിനയുടെ ചാവക്കാട്ടുള്ള വീട്ടിലെത്തുന്നു. ആ സമയം മുഹ്സിന കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആ സമയം വീട്ടുകാർ പറയുന്നത് മുഹ്സിനയുടെ ഭർത്താവിൻ്റെ കുടുംബം, ഭർത്താവിൻ്റെ അമ്മ ഈ മുഹ്സിനയുടെ പിതാവിനോട് പറയുന്നത് അവൾ ക്ഷീണിതയായിട്ട് ഉറങ്ങുകയായിരുന്നു എന്നാണ്. ഇത് പന്തികേടാണെന്ന് തോന്നിയ കുടുംബം തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മുഹ്സിനെ അടിയന്തരമായിട്ട് ബലപ്രയോഗത്തിലൂടെ തന്നെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് ഈ ആശുപത്രിയിലെത്തി, തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ഡോക്ടർമാർ പരിശോധിക്കുമ്പോഴേക്കും ശരീരമാസകലം പൊള്ളിയ പാടുകളടക്കമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ അക്യുപഞ്ചർ ചികിത്സാ വിധി പ്രകാരം എന്തിനാണ് ഒരാളുടെ ശരീരം പൊള്ളിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരവില്ല. മാത്രമല്ല, ഈ ചികിത്സാ വിധിയിലൂടെ ഈ മുഹ്സിന മരണപ്പെടുന്നു. മരണപ്പെട്ടതിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഹ്സിനയുടെ കുടുംബം തുറന്നു പറയാൻ തയ്യാറായതോടുകൂടി, അല്ലെങ്കിൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായപ്പോൾ ഭീഷണിയുടെ സ്വരമാണ് ഇബ്രാഹിമിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഈ കുടുംബം പറയുന്നു. മാത്രമല്ല, ഇവർക്ക് പല സംഘടനകളുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളൊരു സൂചനയും
കൂടി ഈ മുഹ്സിനയുടെ കുടുംബം തരുന്നു. അങ്ങനെയെങ്കിൽ തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ പിന്തുണയാണോ എന്നുള്ള ചോദ്യത്തിലും അവർ മൗനം പാലിക്കുന്നതും ചില സംശയങ്ങൾക്ക് ഇടവെക്കുന്നുണ്ട്. തിരൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അക്യുപങ്ചർ ചികിത്സാ നേരത്തെ കേന്ദ്രവും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇടം പിടിച്ചതും ഇതേ ആംഗിളിൽ തന്നെയാണ്. ചില ഭീകരവാദ ഗ്രൂപ്പുകളൊക്കെ ഈ അക്യുപങ്ചർ ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും ഈ അതിതീവ്ര നിലപാടുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ അക്യുപങ്ചർ ചികിത്സകരെ കേന്ദ്രീകരിച്ചുകൂടി വലിയ അന്വേഷണം നടക്കേണ്ട ഒരു ഘട്ടമില്ലേ? അതായത് ഈ കുടുംബം, മുഹ്സിനയുടെ കുടുംബം വിരൽ ചൂണ്ടുന്നതിലും അത്തരത്തിലുള്ള ഒരു അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്ക് തന്നെയാണ്. കാരണം അവർ പറയുന്നത് നിരവധി പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള വ്യാജ അക്യുപഞ്ചർ ചികിത്സ സ്വീകരിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടിട്ടുണ്ട്. അത് തിരൂരുള്ള സ്ഥാപനത്തിലും അതേപോലെ തന്നെ ചാവക്കാടുള്ള സ്ഥാപനത്തിലും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. മാത്രമല്ല, കുടുംബം ഈ അക്യുപഞ്ചർ ചികിത്സാ വിധിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. മകളുടെ മരണവും അതേപോലെ തന്നെ പേരക്കുട്ടികളുടെ മരണവും അത് കൊലപാതകമാണെന്ന് പറഞ്ഞുകൂടി രംഗത്ത് വന്നതോടുകൂടി പല കോണുകളിൽ നിന്നും മുഹ്സിനയുടെ കുടുംബം നേരിടുന്നത് വലിയ ഭീഷണികളാണ്. ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇവരെ തേജോവധം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തുന്നു. വ്യക്തികളുടെ പടം, അതായത് ഈ മുഹ്സിനയുടെ സഹോദരൻ്റെയും അതേപോലെ തന്നെ മറ്റു ബന്ധുക്കളുടെയും ഇതിനെതിരെ ആരൊക്കെയാണോ നിൽക്കുന്നത് അവരുടെയൊക്കെ ചിത്രങ്ങൾ എടുത്തതിന് ശേഷം ഇവരുടെ ഫോണുകളിലേക്ക് ആ ചിത്രങ്ങൾ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നിൻ്റെയൊക്കെ ചിത്രം ഞങ്ങളുടെ കയ്യിലുണ്ട്, വകവരുത്തും എന്ന തരത്തിലുള്ള ഭീഷണിയൊക്കെ ഉയർത്തുന്നുവെങ്കിൽ അത് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള രീതിയിലേക്ക് ഈ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നു എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, വലിയ രീതിയിൽ അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരു സംഭവമാണ് ചാവക്കാട് ഉണ്ടായിരിക്കുന്നത്. സാനു കെ സജീവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.